ലെച്ചൂസ് ടാരോ 1111ലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സന്റെ, നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി ആരാണെങ്കിലും അവരുടെ നിലവിലെ സിറ്റുവേഷൻ എന്താണ്, അവരുടെ ചിന്തകൾ എന്തൊക്കെയാണ്, എന്തൊക്കെയാണ് നിങ്ങളോടുള്ള അവരുടെ ആ ഒരു തോട്ട്സ് എന്തൊക്കെയാണെന്നൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്. ആർക്ക് വേണമെങ്കിലും കാണാവുന്നതാണ്. അതുപോലെ തന്നെ ടൈംലെസ് റീഡിങ്ങും കൂടിയാണ്. നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആവും. ഇനി ഇതിലെ എനർജി നിങ്ങളുടെ എനർജി അല്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, എല്ലാവർക്കും റെസനേറ്റ് ആവണം എന്നില്ല. റീഡിങ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ, അപ്പോൾ ഇത് നിങ്ങളുടെ എനർജി ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല, റെസനേറ്റ് ആവുന്നില്ല എങ്കിൽ നിങ്ങളുടെ എനർജി ആയിരിക്കില്ല. ഓക്കെ, അപ്പോൾ ഇത് റെസനേറ്റ് ആവുന്ന ആളുകൾ ഇതിലെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുക. നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങളത് ഫോഴ്സ്ഫുള്ളി ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ഇവിടെ വന്നിട്ടുള്ള പേഴ്സണാലിറ്റിനെ കാണിക്കുന്ന കുറച്ചധികം കാർഡ്സ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു വ്യക്തിയുടെ ഒരു പേഴ്സണാലിറ്റി എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു വർക്കിംഗ് പാരന്റ് ആയിട്ട് കാണുന്നുണ്ട്. അതായത് ഫിനാൻഷ്യലി അവരാണ് അവരുടെ വീട്ടില് ഫിനാൻഷ്യലി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സോഴ്സ് ഓഫ് പ്രൊവൈഡർ എന്ന് പറയുന്നത് അവരായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്, അത് ലേഡി ആണെങ്കിലും മെൻ ആണെങ്കിലും, മെയിലോ ഫീമെയിലോ ആരാണെങ്കിലും, അവരുടെ ബോഡിയൊക്കെ വളരെ കൂടുതൽ എനർജി, അങ്ങനെയുള്ള എനർജി വന്നിട്ടുണ്ട്. ബോഡിയൊക്കെ വളരെ നന്നായിട്ട് കെയർ ചെയ്യുന്ന ടൈപ്പ് വ്യക്തികളായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ബോഡി ഫിറ്റ്നസ് നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഫിസിക്കൽ അപ്പിയറൻസിനൊക്കെ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയൊക്കെ ആയിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇവര് വർക്ക് ചെയ്യുന്നത്, ചില വ്യക്തികളൊക്കെ ഒരു ഫോഴ്സസിൽ, അതായത് യൂണിഫോംഡ് ഫോഴ്സസിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികളായിട്ട് കാണുന്നുണ്ട്. അത് ഏതും ആവാം, പോലീസ്, മിലിറ്ററി, നേവി, അല്ലെങ്കിൽ അതല്ലാതെ ഒരു യൂണിഫോംഡ് ഫോഴ്സ് ഏതുമാവാം. യൂണിഫോംഡ് ആയിട്ടുള്ള ഫോഴ്സസ് ആണ്. അതുപോലെ തന്നെ ഇവര് റൈഡർ ആവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ട്രാവലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ട്രാവൽ ഏജൻസി ആയിരിക്കാം, അല്ലെങ്കിൽ ഡ്രൈവർ ആവാം. യൂണിഫോമും ഉള്ളതും കൂടിയാണ്. അപ്പൊ ട്രാവലുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഡ്രൈവർ ആവാം. ഓക്കെ, അല്ലെങ്കിൽ ട്രാവലിങ്ങുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ്. ധാരാളം യാത്ര ചെയ്യേണ്ടി വരുന്ന ഒരു വ്യക്തിക്കായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ചില വ്യക്തികളൊക്കെ ഒരു ജിമ്മ്, അതുപോലെ ഫിറ്റ്നസ് സെന്റർ, അതുപോലെ ബ്യൂട്ടി പാർലർ, അല്ലെങ്കിൽ അങ്ങനെ ബ്യൂട്ടിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികളെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ അതായത് വളരെ മെച്യൂർ ആയിട്ടുള്ള എനർജി നമുക്ക്, അതായത് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള അത്രയും മെച്യൂർ ആയിട്ടുള്ള വ്യക്തികളെയും കാണുന്നുണ്ട്. അതിന്റെ തൊട്ട് താഴെ നിൽക്കുന്ന അതായത് ഒരു 25 മുതൽ അങ്ങോട്ട് ഉള്ള ഏജിലുള്ള 2 ടൈപ്പ് ആളുകളെയും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്കിവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ നിങ്ങളുമായിട്ട് വളരെയധികം ഏജ് ഗ്യാപ്പ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ്, ഒരു ഫ്രണ്ട്സിൽ നിന്ന് നിങ്ങൾ പരിചയപ്പെട്ട, ആ ഒരു ഫ്രണ്ട്ഷിപ്പിലൂടെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി ആവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആവാനുള്ളൊരു സാധ്യത, ചെറുപ്പകാലം മുതലേ നിങ്ങൾക്ക് അറിയാവുന്ന, അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന വ്യക്തി ആവാനുള്ള സാധ്യതയുണ്ട്. വർഷങ്ങളോളം നിങ്ങളുടെ കൂടെ ജീവിച്ച ഒരു വ്യക്തി ആവാനുള്ളൊരു സാധ്യതയുണ്ട്. ഏതായാലും വർഷങ്ങളോളം പരിചയം ഉള്ള ഒരു വ്യക്തി ആവാം. ഇനി അത്ര വർഷങ്ങളോളം പരിചയം ഇല്ലെങ്കിൽ പോലും, നിങ്ങൾ ആദ്യമായി പരിചയപ്പെടുമ്പോൾ പോലും ഒരു ഫെമിലിയർ ആണ്, അതായത് എനിക്ക് ഇയാളെ മുൻപേ പരിചയം ഉണ്ടല്ലോ എന്ന് തോന്നുന്ന, അല്ലെങ്കിൽ അത്രത്തോളം നിങ്ങൾക്ക് ആ വ്യക്തിനെ അറിയാം എന്ന് അത്രയും ഫെമിലിയർ ആയിട്ട് തോന്നുന്ന രീതിയിലുള്ളൊരു, നിങ്ങൾക്ക് തോന്നിയിട്ടൊക്കെ ഉള്ളൊരു വ്യക്തിയൊക്കെ ആയിട്ടാണ് ഈ ഒരു വ്യക്തിനെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ എനർജി എന്ന് പറയുമ്പോൾ, ആദ്യം തന്നെ ഈ ഒരു വ്യക്തി ഒരു റീയൂണിയന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അപ്പോ ഈ ഒരു വ്യക്തി
അവരുടെ പാസ്റ്റിലുള്ള റീയൂണിയന് വേണ്ടി ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവരവരുടെ പാസ്റ്റിലുള്ള വളരെയധികം അവർക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ് അവർക്ക് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ആ ഒരു ഒരു മിസ്സിങ് എനർജി അല്ലെങ്കിൽ അത് ഇങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് കാണുന്നത്. അതുപോലെ തന്നെ ആ ഒരു പാസ്റ്റ് പേഴ്സണുമായിട്ടൊരു റീയൂണിയൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയൊക്കെ ആയിട്ടാണ് കാണുന്നത്. ഓക്കെ. അപ്പൊ അവര് ആ ഒരു രീതിയിലേക്ക് അവര് എത്താനുള്ള ഒരു കാരണം നമുക്ക് നോക്കുമ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത് ഈ ഒരു വ്യക്തി ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ അവിടെ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ വ്യക്തിയെയും കാണുന്നുണ്ട്, സിറ്റുവേഷനും നമുക്കിവിടെ കാണുന്നുണ്ട്. വ്യക്തി മാത്രമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, സിറ്റുവേഷനും അവിടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, വ്യക്തികളെയും കാണുന്നുണ്ട്. ഓക്കെ. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയിട്ടുള്ള ഈ ഒരു വ്യക്തി, അതായത് മറ്റ് വ്യക്തികളുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് നിന്നിരുന്ന ആ ഒരു വ്യക്തി, അവർക്ക് ഒരു ബാക്ക് സ്റ്റാബിങ് കിട്ടിയിട്ടുള്ളതായിട്ട്, അതായത് അവര് പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ട് അവര് വിശ്വസിച്ച വ്യക്തികളിൽ നിന്ന്, സാഹചര്യങ്ങളിൽ നിന്ന് അവർക്കൊരു തിരിച്ചടി കിട്ടിയിട്ടുള്ളതായിട്ടാണ് കാണാൻ കഴിയുന്നത്. ആ ഒരു തിരിച്ചടി എന്ന് പറയുന്നത് അവരൊട്ടും പ്രതീക്ഷിക്കാത്തതാണ്. അത് അവരുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ബിസിനസ് പാർട്ട്നേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഒരു കരിയറിൽ ഉള്ള എന്തെങ്കിലും തിരിച്ചടി ആയിരിക്കാം, അവരുടെ ഫിനാൻസിലുള്ള തകർച്ചയായിരിക്കാം. എന്താണെങ്കിലും അവർക്ക് എന്തോ ഒരു കാര്യമായിട്ടുള്ള ഒരു നഷ്ടം അവരുടെ ലൈഫിൽ വന്നിട്ടുണ്ട്. ആ നഷ്ടം എന്ന് പറയുന്നത് അത്രയും ഡീപ്പായിട്ടുള്ള ഒരു മുറിവ് തന്നെയാണ് അവർക്ക്. അവരെ സംബന്ധിച്ചിടത്തോളം അത്രയും ഡീപ്പായിട്ടുള്ള ഒരു മുറിവാണ് അവർക്ക്. വളരെ പെയിൻഫുൾ ആണ്, വളരെ പെയിൻഫുൾ ആയിട്ടുള്ള എന്തോ ഒരു കാര്യമാണ് അവിടെ നടന്നിട്ടുള്ളത്. അതായത് വളരെ പെയിൻഫുൾ ആയിട്ട് എന്തോ ഒരു കാര്യം അവസാനിച്ചതായി തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോ അവസാനിക്കുക എന്ന് പറയുമ്പോൾ ഒരു പക്ഷെ അവര് പോയിട്ടുള്ള റിലേഷൻഷിപ്പ് അവസാനിച്ചതായിരിക്കാം, അല്ലെങ്കിൽ കരിയറിൽ അവർക്ക് എന്തോ ഭയങ്കര ഒരു നഷ്ടം, അല്ലെങ്കിൽ ചിലർക്ക് അവരുടെ ആ ജോലി നഷ്ടപ്പെട്ടതൊക്കെ ആയിട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ബിസിനസ് പാർട്ട്നേഴ്സിന്റെ കയ്യിൽ നിന്നുള്ള ഒരു ചീറ്റിംഗ് ആയിരിക്കാം. അങ്ങനെ ഒരു വലിയ ഒരു വേദനാജനകമായിട്ടുള്ള ഒരു അവസാനം അല്ലെങ്കിൽ ഒരു എൻഡിങ് അവരുടെ ലൈഫിൽ നടന്നിട്ടുണ്ട് എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഫിനാൻഷ്യൽ ക്രൈസിസിലൂടെ അവർ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ വളരെയധികം ബുദ്ധിമുട്ട് അവർക്ക് വന്നിട്ടുണ്ട്. ആ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ ലൈഫിനെ തന്നെ ആകെ അങ്ങോട്ട് ആടി ഉലയ്ക്കുന്ന ഒരു പ്രശ്നമായിട്ടാണ് കാണുന്നത്. അത് അത്രയും പെയിൻഫുൾ ആണ് അവർക്ക്. ഈ സിറ്റുവേഷൻ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്കിത് അറിയൂ എന്നുള്ളത് അറിയില്ല, നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നതാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഇവിടെ ഉണ്ടായിട്ടുള്ള സിറ്റുവേഷൻ എന്ന്. ഓരോരുത്തർക്കും അത് ഓരോ രീതിയിലുള്ള സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഈ സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവരുടെ ആ ഒരു അടിത്തറ തന്നെ ഇളക്കുന്ന രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അപ്പോ ഇത്രയും വലിയ ഒരു സഡൻ ആയിട്ട് ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ഒരു സംഭവമാണ് നടന്നിട്ടുള്ളത്. ആ ഒരു കാരണം കൊണ്ട് തന്നെ അവരിപ്പോ ഒരു അവേക്കനിങ് സ്റ്റേജിലൂടെ പോകുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഈ ഒരു അവരുടെ ജീവിതത്തിനെ അങ്ങോട്ട് ഉലച്ചിട്ടുള്ള ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു തിരിച്ചറിവിലേക്ക് അവരെ എത്തിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവിന്റെ പാതയിലൂടെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു അവേക്കനിങ്ങും കൂടി ഈ ഒരു തകർച്ചയിലൂടെ അവർക്ക് ലഭിക്കുന്നുണ്ട്. സ്വാഭാവികമാണ്, പലപ്പോഴും പലതരം ഈഗോ കൊണ്ടും, അല്ലെങ്കിൽ പൊതുവെ വ്യക്തികൾ അങ്ങനെയാണ്, അവർക്ക് ഒരു മെച്ചപ്പെട്ട ഒരു സിറ്റുവേഷൻ ലഭിക്കുന്ന സമയത്ത് ഒന്നിനെ കുറിച്ചും ചിന്തയൊന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല. അപ്പൊ അതിൽ കൂടുതൽ ഈഗോ കാണിച്ചു പോകുന്ന വ്യക്തികളും, അല്ലെങ്കിൽ ഇത് എല്ലാം നമ്മുടെ മാത്രം കഴിവാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു വിജയമാണെന്നൊക്കെ ചിന്തിച്ചു പോകുന്ന വ്യക്തികളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തികൾക്കൊക്കെ ഒരു തകർച്ച വരുമ്പോൾ മാത്രമാണ് അവർക്കൊരു റിയലൈസേഷൻ ലഭിക്കുന്നത്.
അപ്പോൾ നമ്മളിപ്പോ ഈ പറയുന്ന ഒരു വ്യക്തിയാണെങ്കിലും അങ്ങനെ ഒരു തകർച്ച വന്നപ്പോഴാണ് അവർക്കൊരു അവേക്കനിങ് അവരുടെ ലൈഫിൽ വന്നിട്ടുള്ളത് എന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കണം ആ ഒരു തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെ ഇപ്പോൾ അവരുടെ ലൈഫ് ഒന്നിൽ നിന്ന് തുടങ്ങാൻ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ഒന്നിൽ നിന്ന് തുടങ്ങുക എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു തകർച്ചയുടെ ഈ ഒരു സ്റ്റേജിൽ നിന്നും ആദ്യം തന്നെ നമുക്ക് മനസ്സിലാവുന്നത് ഒരു ഹീലിംഗ് സിറ്റുവേഷനിലൂടെ പോവാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അവരുടെ ഫിനാൻഷ്യലി അല്ലെങ്കിൽ ബിസിനസ്സിലും ഒക്കെ വളരെയധികം തകർന്നിട്ടുള്ള വ്യക്തികളാണെങ്കിൽ അത് ഒന്നേ നിന്ന് തുടങ്ങുന്നതായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ ഒരു ജോലിയൊക്കെ ആണെങ്കിലും അതൊക്കെ അവർ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് മുതൽ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ അതെന്ന് പറയുമ്പോൾ വളരെ സ്ലോ ആയിട്ട് അവർ പോകുന്നുണ്ട് എങ്കിലും ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് എത്തണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പലരും ഈ ഒരു തകർച്ചയിൽ നിന്ന് ചില വ്യക്തികളൊക്കെ അവരുടെ ലൈഫിൽ കാര്യമായിട്ടുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ഫിനാൻഷ്യലി ഒക്കെ ഇതിലൊരു വലിയ തകർച്ച അനുഭവിച്ച വ്യക്തികളൊക്കെ ആ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ലഭിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് അവര് ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇപ്പോ വളരെയധികം ലാവിഷായിട്ട് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയൊക്കെ ആണെങ്കിൽ ഇപ്പൊ അവര് കുറേം കൂടെ കൺസേർവ്ഡ് ആവുന്നുണ്ട്. അതായത് അവരുടെ അനാവശ്യമായ ചെലവുകളൊക്കെ ഒന്ന് കുറച്ചുകൊണ്ട് ഉള്ള കാര്യം, അതായത് ആ ലഭിക്കുന്ന ഒരു സമ്പാദ്യം കുറച്ചുകൂടെ സേവ് ചെയ്ത് അങ്ങനെ കുറച്ചും കൂടെ അതിന് സേവ് ചെയ്ത് മുന്നോട്ട് പോകുന്നതൊക്കെ ആയിട്ടും കുറച്ചും കൂടെ അവർക്ക് ഒരു ഉത്തരവാദിത്വം വന്നിട്ടുള്ളതൊക്കെ ആയിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ ഇവിടെ ചില വ്യക്തികളൊക്കെ നമുക്കിവിടെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ചില സിംഗിൾ പാരൻസിനെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. കുട്ടികൾ ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻ കാണുന്നുണ്ട്. ഓക്കെ, ആ കുട്ടികളെ സിംഗിൾ പാരന്റ് ആവുമ്പോൾ സ്വാഭാവികമായിട്ട് ആ കുട്ടികളുടെ ഉത്തരവാദിത്തങ്ങളും എല്ലാം അവർക്ക് ഇരുന്നടന്ന് ചെയ്യേണ്ടതായിട്ടുള്ള വ്യക്തികളിനെയൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞതുപോലെ അവര് ആദ്യം മുതൽ ഒന്നേ നിന്ന് തുടങ്ങി അവരുടെ ലൈഫ് മെച്ചപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ അവരുടെ ഫിസിക്കാലിറ്റിയിൽ, അല്ലെങ്കിൽ അവരുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസിനെയൊക്കെ വളരെയധികം പ്രാധാന്യം കൊടുത്ത് അതിനൊക്കെ ഒരു ചേഞ്ച് വരുത്താൻ അവര് ശ്രമിക്കുന്നുണ്ട്. കൂടാതെ അവരുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു ഹാപ്പി ഫാമിലി അവർക്ക് ലഭിക്കണം എന്നാണ്. അപ്പോൾ ഇവിടെ റിലേഷൻഷിപ്പിൽ ഒരു ബ്രേക്കപ്പ് വന്ന് തകർന്നു പോയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ നല്ലൊരു റിലേഷൻഷിപ്പ് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അതായത് ഒരു ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, ഹസ്ബൻഡ്, വൈഫ്, കുട്ടികള്, വീട്, പ്രോപ്പർട്ടി, അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ വളരെ പ്രത്യേകിച്ച് അത് പറയുകയാണെങ്കിൽ ഒരു ഇമോഷണലി ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് പോകണമെന്നും, അതുപോലെ തന്നെ അവർ ഫ്യൂച്ചറിലേക്കാണ് നോക്കുന്നത്. അതായത് ഫ്യൂച്ചറിൽ അത്രയും ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലി അവർക്ക് വേണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ അത് ഫിനാൻഷ്യലി ആണെങ്കിലും ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ് അല്ലെങ്കിൽ ആ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട് അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഫിസിക്കൽ അപ്പിയറൻസിന് വേണ്ടിയിട്ട്, അവരുടെ ഹെൽത്തിന് വേണ്ടിയിട്ടെല്ലാം അവർ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതെല്ലാം ഭാവിയിൽ അവരുടെ ഒരു ഭാവിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇവരുടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് കാർഡിൽ തന്നെ പറഞ്ഞു ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ്, ഒരു മിസ്സിങ് എനർജിയിലാണ്, അല്ലെങ്കിൽ ഒരു പാസ്റ്റിൽ നടന്ന ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ്സിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ആലോചിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞു. നമുക്ക് വീണ്ടും ആ വ്യക്തിയുടെ ഒരു എനർജി നോക്കുമ്പോൾ, നിങ്ങളിലേക്കുള്ള അവരുടെ എനർജി എന്താണെന്ന് നോക്കുമ്പോൾ വീണ്ടും നമുക്ക് അവിടെ കാണാം മിസ്സിങ് എനർജി തന്നെയാണ്. മിസ് ചെയ്യുന്നുണ്ട് അവര്, നിങ്ങളെ മിസ് ചെയ്ത്, അതായത് അവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയിട്ടുണ്ട്. അത് വ്യക്തിയാവാം, ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യമാവാം, അവരുടെ പാഷന്റെ പുറകെ പോയതായിരിക്കാം. എന്താണെങ്കിലും നിങ്ങളിൽ നിന്ന് അവര് മാറിപ്പോയിട്ടുള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെയാണ് ഇത്രയും മിസ്സിങ് എനർജി ഇവിടെ കാണുന്നത്. അപ്പൊ വളരെയധികം അവർ നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അതുപോലെ നിങ്ങളോട് അവർക്ക് വളരെയധികം ഡീപ്പായിട്ടുള്ള ഒരു ലവ്
ലവ്, അതുപോലെ തന്നെ കെയർ, അതെല്ലാം അവർക്ക് ഒരു പാഷൻ, അട്രാക്ഷൻ, അതെല്ലാം നിങ്ങളോട് ഇപ്പോ അവർക്ക് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഒന്നിച്ച് ഒരു മ്യൂച്വൽ ആയിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ മുന്നോട്ട് പോകണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചോയ്സസ് നിങ്ങൾക്കായാലും അവർക്കായാലും ധാരാളം ഉണ്ടാവാം. എങ്കിൽ പോലും അവര് നിങ്ങളോടുള്ള ഒരു എനർജി നോക്കുമ്പോൾ നിങ്ങളെ സെലക്ട് ചെയ്യാനാണ് അവര് ആഗ്രഹിക്കുന്നതും. നിങ്ങളുടെ ഒരു ലൈഫുമായിട്ട്, നിങ്ങളുമായിട്ട് വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകണമെന്നും ഒരു ഫുൾഫില്ലിംഗ് എനർജി, അതായത് ഇമോഷണലി ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള ഒരു എനർജിയാണ് വീണ്ടും ഇവിടെ കാണിക്കുന്നത്. അതായത് അവരുടെ ഒരു വിഷ് എന്ന് പറയുന്നത് നിങ്ങളും ഒന്നിച്ചുള്ള ഒരു ടുഗദർ ആയിട്ടുള്ള ഒരു ലൈഫാണ്. അത്രയധികം പാഷൻ, അട്രാക്ഷൻ, അതുപോലെ ഫിസിക്കൽ അട്രാക്ഷൻ എല്ലാം അവർക്ക് നിങ്ങളോട് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു സോൾമേറ്റ് കണക്ഷനും ഫീൽ ആവുന്നുണ്ട്. അതായത് അവർക്ക് നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻ എന്ന് പറയുന്നത് ഒരു സോൾമേറ്റ് കണക്ഷൻ ആണ് എന്ന് അവർക്ക് തോന്നുന്നുണ്ട്. പല ആളുകൾക്കും ഒരു ലൈഫിൽ ഒരു ട്രാജഡി വരുമ്പോ അല്ലെങ്കിൽ വന്നു കഴിഞ്ഞ് ആ ഒരു റിയലൈസേഷൻ വരുമ്പോഴായിരിക്കാം മുൻപുണ്ടായിരുന്ന വ്യക്തിയുമായി, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ആയിരുന്നു എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ അതായിരുന്നു എൻ്റെ ലൈഫിൽ എനിക്ക് വേണ്ടിയിരുന്നത് എന്നൊക്കെയുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാവുമല്ലോ. അപ്പൊ അതുപോലെ ഈ ഒരു വ്യക്തി ഇപ്പോൾ ഈ ഒരു നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു സോൾമേറ്റ് കണക്ഷൻ ആണ് എന്ന് അവര് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇതൊരു ഫുൾഫില്ലിംഗ് എനർജി ആയിട്ടാണ് അവര് കാണുന്നത്, ഫുൾഫില്ലിംഗ് റിലേഷൻഷിപ്പ് ആയിട്ടാണ്. അത്രയും ഇമോഷണലി ഒരു സ്റ്റെബിലിറ്റി നിങ്ങളിൽ നിന്ന് അവർക്ക് ലഭിക്കും എന്ന് തന്നെയാണ് അവര് വിശ്വസിക്കുന്നത്. അതുപോലെ നിങ്ങൾ എന്ന് പറയുന്നത്, നിങ്ങളും ഒന്നിച്ചുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അവരുടെ ഒരു വിഷ്കം ട്രൂ ആയിട്ടാണ് ഇപ്പോഴത്തെ ഒരു എനർജിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ വീണ്ടും നോക്കിക്കഴിഞ്ഞാൽ നൈറ്റ് ഓഫ് കപ്സ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് ഒരു പ്രപ്പോസലുമായിട്ട് വരാൻ ആഗ്രഹിക്കുന്നു. ആ പ്രപ്പോസലുമായിട്ട് വരാ എന്ന് പറയുമ്പോൾ അവര് ഒരു മെസ്സേജ് ആയിട്ട്, കോൾ ആയിട്ടൊക്കെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പ്രപ്പോസലാണ്. വളരെയധികം സ്നേഹത്തോടെ, വളരെ ഒരു അത്രയും അട്രാക്ഷനോട് കൂടി റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പ്രപ്പോസലുമായിട്ട് അവര് വരുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇത്രയും നാളും കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിച്ചിരുന്ന ഒരു വ്യക്തി ആയിരിക്കാം. ആ ഒരു വ്യക്തി ഇപ്പോ പ്രാക്ടിക്കൽ ആയിരുന്ന ഒരു വ്യക്തി കുറച്ചുകൂടെ ഇമോഷണൽ ആയിട്ടുണ്ട്. നമുക്കിവിടെ കപ്സ് എനർജി കുറച്ചധികം കിട്ടിയിട്ടുണ്ട്. ഈ ഒരു വ്യക്തി ഇപ്പോൾ കുറച്ചധികം ഇമോഷണൽ ആയിട്ടുണ്ട്. അതായത് ഹൃദയം കൊണ്ടും കൂടെ ചിന്തിക്കുന്ന, തലച്ചോറ് കൊണ്ട് മാത്രമല്ല ഹൃദയം കൊണ്ട് കൂടി ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പ്രപ്പോസൽ. കാരണം അത്രയും അവർക്ക് നിങ്ങളോട് പാഷൻ, അട്രാക്ഷൻ, ഫിസിക്കൽ അട്രാക്ഷൻ, ഇമോഷണൽ കണക്ഷൻ എല്ലാം ഇപ്പോൾ തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പ്രപ്പോസൽ അവരുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ അവര് വെറും കൈയോടെ ഒന്നും അല്ല വരുന്നത്, അല്ലെങ്കിൽ നിങ്ങളോട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ചെറുതാണെങ്കിൽ പോലും നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ വാങ്ങിത്തരണമെന്നോ ഗിഫ്റ്റ് തരണമെന്നൊക്കെ അവര് ആഗ്രഹിക്കുന്നതൊക്കെ ആയിട്ടാണ് കാണുന്നത്. അപ്പോ എന്തായാലും ഒരു ഇമോഷണൽ എനർജി കുറച്ച് കൂടുതലായിട്ട്, ഇമോഷൻസ് കുറച്ച് കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോ നിങ്ങളോട് അത്രയധികം അവർക്ക് ആ ഒരു ഇമോഷൻ ഉള്ളതായിട്ടാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും ഒരു പ്രപ്പോസൽ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കോൾ ഒക്കെ നിങ്ങൾക്ക് അടുത്ത് തന്നെ പ്രതീക്ഷിക്കാൻ കഴിയും. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ക്ലൂസ് കൂടെ നോക്കാം. ചിത്തിര നക്ഷത്രം, പൂയം നക്ഷത്രം, നമ്പർ 29, നമ്പർ ബി, അശ്വതി നക്ഷത്രം, ആയില്യം നക്ഷത്രം, ലെറ്റർ എൻ, നമ്പർ 6, നമ്പർ 27, നമ്പർ 10, തിരുവനന്തപുരം ഡിസ്ട്രിക്ട്, നമ്പർ 30, ഒക്ടോബർ മന്ത്, തിരുവാതിര നക്ഷത്രം, നമ്പർ 5, ഓഗസ്റ്റ് മന്ത്, ലെറ്റർ കെ. അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് ക്ലൂസ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ എനർജി നിങ്ങളുടെ പേഴ്സന്റെ എനർജി ആണോ എന്ന് നോക്കുക. അപ്പൊ ഇതിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ അടുത്തൊരു റീഡിങ് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക.